ഉയർപ്പ് പെരുന്നാളിന് കുട്ടികൾക്കായി മുട്ടകൾ അലങ്കരിച്ച് ഒളിപ്പിച്ചു വയ്ക്കാറുണ്ട്. ആ മുട്ടയ്ക്ക് ഈസ്റ്റർ എഗ്ഗ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. മുട്ട പുറത്തു നിന്ന് നോക്കുമ്പോൾ അതിന് ജീവനില്ല എന്ന് തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ജീവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. തള്ളക്കോഴി മുട്ടയുടെ മുകളിൽ പൊരുന്നിയിരുന്ന് അതിൻ്റെ ജീവൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സമയമാകുമ്പോൾ ആ മുട്ടയ്ക്ക് ജീവൻ വെച്ച് തൻ്റെ സ്വന്തം ചുണ്ടുകൊണ്ട് തന്നെ മുട്ടത്തോട് കുത്തിപ്പൊട്ടിച്ച് അത് പുറത്തു വരുന്നു. നമ്മുടെ കർത്താവും കല്ലറയ്ക്കുള്ളിൽ ആയിരുന്നു. ലോകം അവൻ മരിച്ചു എന്ന് കരുതി. പക്ഷെ ദൈവിക ജീവൻ അവനിൽ നിന്ന് ഒഴിഞ്ഞിരുന്നില്ല. 16-ാം സങ്കീർത്തനം 10-ാം വാക്യം, തൻ്റെ പരിശുദ്ധനെ അവൻ രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. ആ ദൈവിക പ്രകൃതി അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 3-ാം ദിവസം തന്നെ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. 4-ാം ദിവസം മുതൽ മർത്യ ശരീരങ്ങൾ അഴുകാൻ തുടങ്ങും. വീണ്ടും ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് ചില പ്രത്യേകതകളുണ്ട്. മരിച്ച് അടക്കപ്പെട്ട ശരീരം തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത്. കാരണം അവൻ്റെ മുറിവുകളെല്ലാം അവൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ദൈവിക പ്രകൃതി അഴുകുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ്. മുട്ടത്തോട് പൊട്ടി കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ നമ്മളെയും ആ ദൈവിക ജീവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും അവൻ്റെ വീണ്ടും വരവിൽ.